Hi all, Assalamualaikum, welcome back. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അത് മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ, ലഞ്ച് പ്രിപ്പറേഷനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പെട്ടെന്ന് എങ്ങനെ നമുക്ക് വേഗത്തിൽ മക്കൾ പോകുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ പണികളൊക്കെ വേഗം എങ്ങനെ തീർക്കാമെന്ന് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതിനൊരു ചെറിയൊരു സ്മൈലി ആണെങ്കിൽ കൂടി അത് എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 5:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ പല്ലേപ്പും നിസ്കാരവും എല്ലാം എന്തൊക്കെയാണ് നമുക്ക് രാവിലത്തെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസറിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് തണുപ്പ് പോയിട്ട് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ എടുത്ത് പുറത്തേക്ക് വെക്കും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ചെമ്മീൻ ഉണ്ടായിരുന്നു, ഞാൻ തലേന്ന് തന്നെ ക്ലീനാക്കി ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ ഇതേപോലെയൊക്കെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ബീഫാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് ഒരു ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് രാവിലെ കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ തണുപ്പ് പോകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേഗം തന്നെ ചോറിനുള്ള വെള്ളവും കൂടെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ചോറും ആ ഒരു വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് കുറേ ടൈം വേണ്ട ജോലികളൊക്കെ ആദ്യം തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ മെയിനായിട്ട് നമ്മൾ വേഗം പണികൾ തീർക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാം കേട്ടോ. രാവിലെ തന്നെ ഒരു 5 മണി 5:30 ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ പണികളും നമുക്ക് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ പൊടിയൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കും, കുഴച്ചെടുക്കും. ആ ഒരു പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് മിക്സിയുടെ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടൊന്ന് ജസ്റ്റ് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കും കേട്ടോ. ഒരുപാടിട്ട് അടിച്ചെടുക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തരിതരിയായിട്ടുള്ള നമ്മൾ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പുട്ട് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പുട്ടിന് കറി ഞായറാഴ്ചത്തെ ബീഫിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും ഒരു സൈഡിൽ കൊണ്ടുപോകാം കേട്ടോ. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടില്ലേ പുട്ടൊക്കെ ആ ഒരു പൊടി നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പിലായിട്ടുള്ള ഒരു പൊടിയും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഒരു തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. പിന്നെ അപ്പം ആവുന്ന പാത്രങ്ങൾ വേഗം തന്നെ ആ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കഴുകി ക്ലീനാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ഒരു ആയിട്ടുള്ള ആ ഒരു കുറച്ച് പാത്രങ്ങൾ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ ഇതായിട്ട് കിടക്കില്ല കേട്ടോ, മെസ്സിയായിട്ട് കിടക്കില്ല. അപ്പോൾ അങ്ങോട്ട് ക്ലീനാക്കി എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറേ പണികൾ ഒതുങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിട്ടോ. ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ എവിടെയാണോ നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക.
അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പാത്രം കഴുകലും അതും വേഗം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് കുട്ടികൾക്ക് ഉച്ചക്കലത്തേക്ക് വെണ്ടക്ക വാട്ടിയിട്ട് അത് കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാൻ തലേന്ന് തന്നെ കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോരും കാച്ചുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൈരൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും അതേപോലെ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയതാണ് കേട്ടോ. ഇതിൽ നമുക്ക് തേങ്ങയൊന്നും അടിച്ചൊഴിക്കേണ്ട. അതേപോലെ കഷ്ണങ്ങൾ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടല്ലേ നമ്മളെപ്പോഴും മോര് കാച്ചുന്നത്. അപ്പോൾ അതേപോലെ അല്ലാട്ടോ, ഇത് സിമ്പിളായിട്ട് നമുക്ക് മക്കൾക്ക് ലഞ്ചിനൊക്കെ പെട്ടെന്ന് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ്. മിക്കവർക്കും അറിയാൻ പറ്റും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പം നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള തൈരാണ് ഇട്ടത്. അപ്പോൾ ആ ഒരു തൈര് ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ, ഓവറായിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു കട്ട മാത്രം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ അത്യാവശ്യം നേരമൊക്കെ ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെട്ടമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മോര് കാച്ചാനായിട്ട് ഞാൻ ചീനിച്ചട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുക് പൊട്ടി വരുന്ന ടൈമിൽ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ അപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് വന്നപ്പോൾ ഞാൻ മാറ്റിയിട്ട് ആ അടുപ്പിലേക്ക് തന്നെ വെണ്ടക്ക വാട്ടാനുള്ള പാത്രം വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോരാച്ചിയിലേക്ക് ഉലുവിട്ട് പൊട്ടിച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് അതേപോലെ വേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാം കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്കാട്ടെ. അരിയാനുള്ളതൊക്കെ അരിഞ്ഞൊക്കെ വെക്കുക. എന്നിട്ട് നമ്മുടെ നമ്മുടെ കയ്യിൽ എത്ര അടുപ്പുണ്ട് ആ ഒരു അടുപ്പിലേക്ക് നമുക്ക് പാത്രങ്ങൾ വെച്ചിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യാൻ നോക്കാട്ടെ. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കണ്ടില്ലേ ഒരു അടുപ്പിൽ മോര് കാച്ചിയത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേ സെയിം ടൈമിൽ തന്നെ അപ്പുറത്ത് വെണ്ടക്ക വാട്ടിയതും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അപ്പുറത്തെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ മോര് കാച്ചിയതിലേക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ തന്നെ ഞാൻ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെണ്ടയ്ക്ക വാട്ടിയതാണ് ഇത്, അടിപൊളിയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെണ്ടയ്ക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ മോര് കാച്ചിയത് ആ ഒരു മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കുറവാണെന്ന് തോന്നിയോണ്ട് കുറച്ചും കൂടെ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ, പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ടൈമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോര് കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് കാച്ചിയതും റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ വെണ്ടക്ക വാട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം കറികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തലേന്ന് തന്നെ പറ്റുന്ന പണികളൊക്കെ കട്ട് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്നേ തന്നെ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഒരുവിധം നമ്മുടെ കറികളൊക്കെ ആയ ടൈമിൽ ഐറമ്മൂക്ക് ചായ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമൊക്കെ പാലാണ് കുടിക്കൽ. ഇപ്പോൾ പാലിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ചോദിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ വെക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ പാൽ ചായക്കുള്ള പാലും വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലൊക്കെ തിളച്ച് വന്ന ടൈമിൽ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ റെഡിയായപ്പോൾ അപ്പം തന്നെ ഞാൻ അടുപ്പിലേക്ക് പുട്ടിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഒട്ടും ടൈം വേസ്റ്റാക്കി കളയരുതിട്ട് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി വെക്കുക. നമ്മളിപ്പോൾ ചായ മാറ്റുന്ന ടൈമിൽ നമ്മൾ പുട്ടിനുള്ള വെള്ളം വെക്കാനായിട്ട് ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ആ ഒരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ജോലി എന്തെങ്കിലും എടുക്കുമ്പോഴേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് നമ്മളെല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ പകുതി പണികൾ നമ്മുടെ വേഗം തീരുന്ന പോലെ തോന്നും. മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, വലിയ ചെമ്മീനായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിതാ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ നമ്മുടെ ചോറ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്നെടുത്ത് നന്നായിട്ട് തിളപ്പിക്കൂട്ട്. അതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് ചോറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ടൈമിൽ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു ദിവസം കുട്ടികൾക്ക് തന്നെ ലഞ്ചിന് കൊടുത്തുവിടാമല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഈസി അല്ലേ നമുക്ക് രാവിലത്തെ പണികൾ. ചെമ്മീനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അതേപോലെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ വേറെ സവാള, തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചെമ്മീൻ്റെ ഫ്രൈ ആണിട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ ചോറും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വടിക്കണ ആ ഒരു പാത്രം ഓട്ട വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം അതിൽ വടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോകും. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ചെരുവത്തിലാണ് ഞാനിപ്പോൾ ചോറ് വടിച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ്റെ ആ ഒരു ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ പുട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പുട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ബീഫ് ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആയിഷാക്ക് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളുള്ള ടൈമിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കൽ നടക്കില്ല. അപ്പോൾ കുട്ടികൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അവർക്ക് വേഗം ചായ അങ്ങോട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കൽ. പിന്നെ ഇതാ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടച്ചിട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കിച്ചൺ എന്നും തുടക്കും ഞാൻ. നമ്മൾ എപ്പോഴും പണിയൊക്കെ എടുക്കുന്നതല്ലേ, നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്കുള്ള ലഞ്ച് ബോക്സും ഇന്ന് ഐറ പോകുന്നില്ല കേട്ടോ. ഐറയുടെ ടീച്ചറില്ല, ഐഷ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐഷയുടെ ലഞ്ച് ബോക്സൊക്കെ കഴുകി ക്ലീനാക്കി ലഞ്ചൊക്കെ റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ലഞ്ച് ബോക്സിൽ എന്തൊക്കെ ഓരോ ദിവസം കൊടുത്തു വിടാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളാക്കിയിട്ട് അപ്പോൾ ഐഷാനാക്കാനായിട്ട് ഇന്ന് ഐറയും പോയിട്ടുണ്ട് ടിക്കാക്കാടൊപ്പം. അപ്പോൾ കണ്ടില്ല, അവർ പോയതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചായിട്ടുണ്ട്, കറി മോര് കാച്ചിയത്, വെണ്ടക്ക വാട്ടിയത്, പിന്നെ ചെമ്മീൻ ഫ്രൈൻ്റെ ഉണ്ട്, പിന്നെ പുട്ടും ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കൾ പോയ ഉടനെ തന്നെ ഞാൻ ചായകുടിയും കഴിഞ്ഞിട്ട് ഇതാ ആ ഒരു ഹാളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാളൊന്നും ഡെയിലി തുടക്കില്ല കേട്ടോ, ഇടവിട്ടാണ്, ഒരു ദിവസം ഒന്നരാടം അങ്ങനെ ഇടവിട്ടിട്ടാണ് ഞാൻ തുടക്കൽ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ സിറ്റ് ഔട്ട് ഞാനൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എപ്പോഴും എന്നും അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചിടും. കാരണം നമ്മൾ കയറി വരുന്ന സ്പേസല്ലേ, എന്തായാലും ചവിട്ടിയൊക്കെ വരുന്ന ടൈമിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, രാവിലെ ഒരു 10 മണിക്കുള്ളിൽ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഒന്ന് കുളിച്ചാൽ മതി, ബാക്കി ഫ്രീ ആണ് കേട്ടോ. എനിക്ക് ഇനി മക്കൾ വരുന്നത് വരെയുള്ള ടൈം ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും, പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.